വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മലയാളികൾ മുഴുവൻ നേരിട്ടും അല്ലാതെയും കണ്ട സന്ദർഭത്തിൽ എൻ്റെ കണ്ണ് നനച്ച 2 സംഭവങ്ങൾ, ആ മനുഷ്യസ്നേഹത്തിൻ്റെയും ദയയുടെയും ആർദ്രതയുടെയും 2 നിമിഷങ്ങൾ ആ സ്റ്റേജിലുണ്ടായി. മലയാളികൾ അത് മനസ്സിലാക്കണം. കാരണം സത്യപ്രതിജ്ഞയും രാഷ്ട്രീയവും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള 1-2 നിമിഷങ്ങൾ, അനർഘ നിമിഷങ്ങൾ, മനോഹരമായ 2 ദൃശ്യങ്ങളാണ് എൻ്റെ കണ്ണ് നനച്ചത്. ഒന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് വിനോദിനി എന്ന 9 വയസ്സുകാരി വി.ഡി. സതീശനെ കണ്ട് ഒരു പൂച്ചണ്ട് തൻ്റെ നഷ്ടപ്പെട്ട കയ്യിലെ ആ കൃത്രിമ കൈ കൊണ്ട് വി.ഡി. സതീശന് കൊടുത്ത നിമിഷം, അതാണ് കണ്ണ് നനച്ചത്. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ ചാർജ് എടുക്കുന്നതിന് എത്രയോ നാൾ മുമ്പ് പാലക്കാട്ടുള്ള വിനോദിനി എന്ന 9 വയസ്സുകാരി ചികിത്സാ പിഴവ് പോലും ആ കൊച്ചിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. ഞാൻ കൈയില്ലാതെ സ്കൂളിൽ പോവില്ല എന്ന് ശാഠ്യം പിടിച്ചു വിനോദിനി. ആ വീട്ടിൽ കിടന്ന് കരഞ്ഞു. പാവപ്പെട്ട വീടാണ്. ഒരു കൃത്രിമ കൈ എങ്ങനെ കൊടുക്കും? അതിനുള്ള ചിലവ് വായിക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ല. കുട്ടി സ്കൂളിൽ പോവില്ല എന്ന് ശാഠ്യം പിടിച്ചു. കൈയില്ലാതെ അമ്മ ഞാൻ എങ്ങനെയാണ് പോവുക? അത് വലിയ വാർത്തയായി മലയാളത്തിൽ. അത് കണ്ട വി.ഡി. സതീശൻ ആ കുട്ടിക്ക് കൈവച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അമ്മയും എറണാകുളത്തൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യിച്ച് കുട്ടിക്ക് കൃത്രിമ കൈ വെച്ച് കൊടുത്തു. അതാണ് ആ മനുഷ്യസ്നേഹത്തിൻ്റെ ആഴം. അതും ആരും അറിഞ്ഞില്ല. അങ്ങനെ സംഭവം വാർത്താപത്രത്തിൽ വന്നു. പെൺകുട്ടി സ്കൂളിൽ പോയി തുടങ്ങി. ആ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞയുടെ ചടങ്ങ്. ആ ചടങ്ങിന് പങ്കെടുക്കണമെന്ന് അമ്മയുടെ ശാഠ്യം പിടിച്ചു. അമ്മയും ആ കൊച്ചും ഇവിടെ വന്ന് വി.ഡി. സതീശനെ കണ്ടു. ഇടത് കൈ കൊണ്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ കയ്യിൽ, കൃത്രിമ കൈ കൊണ്ട് ഒരു പൂഞ്ചെണ്ട് വി.ഡി. സതീശന് കൊടുത്തു. ഈ സന്ദർഭത്തിൽ അവിടെ രാഹുൽ ഗാന്ധി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ അനർഘ നിമിഷത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കുചേർന്നു ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് കൂടാതെ അടുത്ത ഒരു സംഭവം കൂടെ ഉണ്ടായി. പറവൂർ സ്വദേശിനിയായ സീതലക്ഷ്മി അമ്മാളമ്മ അവർ സ്റ്റേജിൽ വന്നു. അവർക്ക് സതീശൻ ചെയ്ത ഉപകാരം നമുക്കറിയാം. നമ്മുടെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, വീടും സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. പലരും അന്ന് സർക്കാർ സംഘടിപ്പിച്ച ക്യാമ്പുകളിലൊക്കെ അഭയം തേടി. അങ്ങനെ പറവൂർ സ്വദേശിനി സീതാലക്ഷ്മി അമ്മാൾ എന്ന വൃദ്ധ, അവരുടെ വീട് നഷ്ടപ്പെട്ടു. അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി. അവിടെ കിടക്കുന്ന സന്ദർഭത്തിൽ വി.ഡി. സതീശൻ അവിടെ ചെന്ന് അവരെ കണ്ടു. പലരെയും കണ്ട കൂട്ടത്തിൽ അവരുടെ ദയനീയ കഥ, മക്കളില്ല, ആരുമില്ല, അമ്മ നല്ല പ്രായമുണ്ട്, ഒറ്റയ്ക്കാണ്. അദ്ദേഹം അവരെ ചേർത്ത് നിർത്തി. അവർക്ക് വേണ്ട ആഹാരം കൊടുത്തു, അവർക്ക് വേണ്ട വസതികൾ ഒരുക്കി കൊടുത്തു. അവർക്ക് വെള്ളപ്പൊക്ക സമയത്ത് താമസിക്കാൻ അവിടുത്തെ പഞ്ചായത്തിൻ്റെ സ്കൂളിൻ്റെ മുകളിൽ അവരെ കൊണ്ട് താമസിപ്പിച്ചു, ഭക്ഷണങ്ങൾ കൊടുത്തു. അങ്ങനെ അവരെ സഹായിച്ച വിവരങ്ങൾ ലോകമാരും അറിഞ്ഞില്ല. പക്ഷേ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവർ വന്നു.
ആ സന്ദർഭത്തിൽ അത് ഏഷ്യാനെറ്റിലെ സുരേഷാണ് അവർ അവിടെ വന്നതിൻ്റെ കാരണത്തെപ്പറ്റി ഒരു ഇൻ്റർവ്യൂ മൈക്ക് അവരെ ചേർത്ത് വെച്ചിട്ട് അവരോട് ചോദിച്ചു, എൻ്റെ മകനെ കാണാൻ വന്നതാണ്, എനിക്കാരുമില്ല, വെള്ളപ്പൊക്ക സമയത്ത് എന്നെ സംരക്ഷിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്ന കാണാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബസ് കയറി ഇവിടെ വന്നത്. എന്തായാലും അവരെ സ്റ്റേജിൽ കയറ്റി അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ അവരെ ചേർത്ത് നിർത്തി, അവരെ കെട്ടിപ്പിടിച്ചു. ആ അമ്മ അയാളോട് ചേർന്ന് നിൽക്കുന്ന കണ്ടു. വിയർത്തൊഴുകി മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം വമിക്കുന്ന ആ ദേഹത്തെ അവർ ഉടുത്തിരിക്കുന്ന സാരിയിൽ നിന്ന് വമിക്കുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി നന്നായിട്ട് തേച്ച് ഉള്ള ആ കതർ ഷർട്ട്, അതിലെ ചെളി പറ്റുമെന്നോ അത് ഈ സന്ദർഭത്തിൽ അത് മോശമാകുമെന്നോ ഒന്നും ചിന്തിക്കാതെ അമ്മയെ ചേർത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഈ സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി ഈ അമ്മയെ ഒരു മുഖ്യമന്ത്രി മുഷിഞ്ഞ വേഷത്തിലും അതുപോലെ തന്നെ വിയർപ്പിലും നിൽക്കുന്ന ഒരമ്മയെ, അത് കറുത്ത നിറത്തിലുള്ള ഒരമ്മയെ മുഖ്യമന്ത്രി ചേർത്ത് നിൽക്കുന്ന കണ്ട് വിവരങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ മനുഷ്യസ്നേഹത്തിൻ്റെ വില അറിയുന്നത്. രാഹുൽ ഗാന്ധി ആ അമ്മയെ ചേർത്ത് നിർത്തുന്ന രംഗം, അവർ രണ്ടുപേരും ഈ അമ്മയെ ചേർത്ത് നിർത്തുന്ന രംഗം നമ്മൾ കണ്ടു. ഇവിടെ നിറത്തിലും ജാതിയിലും സമ്പത്തിലും സാമ്പത്തികത്തിലും യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ മനുഷ്യനെ ഒരേ കണ്ണുകൊണ്ട് കാണാനും മനുഷ്യനാണെന്നും അവിടെ ജാതി, നിറം, സമ്പത്ത് ഇതൊന്നും അവിടെ പ്രശ്നമല്ല എന്നും, അത് അവരെ ചേർത്ത് പിടിക്കുമ്പം നമുക്കറിയാം പലരും പണി ചെയ്ത് വരുമ്പം വിയർപ്പിൻ്റെ ഗന്ധം ഉണ്ടാവും. അതൊന്നും വകവെക്കാതെ അന്ന് കണ്ട അമ്മ ഇപ്പം സ്റ്റേജിൽ തൻ്റെ സത്യപ്രതിജ്ഞാ രംഗത്ത് അവർ വന്നു ചേർന്നതിൽ സന്തോഷം കൊണ്ട് ഒരു മുഖ്യമന്ത്രി കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും അവരെ കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഈ സ്നേഹത്തിൻ്റെ മനുഷ്യർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആഴം അതെത്രത്തോളം ഉണ്ടെന്ന്, അവരെങ്ങനെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യരെ കാണുന്നതെന്നും ഇതിൽ നമ്മൾ പാഠം പഠിക്കണം. കാരണം വിനോദിനിയുടെ ആ ചേർത്ത് പിടിക്കലും പരവൂർ സ്വദേശിനി സീതാലക്ഷ്മി അമ്മാളിനെയും ചേർത്ത് പിടിക്കലും അത് പലരും പല രീതിയിലും ഇവർക്ക് ഒരു പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കണ്ണുള്ളവർക്ക് കാണുമ്പോൾ അതങ്ങനെയല്ല. കാരണം ഇതുപോലെയുള്ള ചില സന്ദർഭത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചിലരെ ആട്ടി ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്വം. ആർദ്രമായ ദയയുടെ ഒരു സ്പർശം നമുക്കവിടെ കാണാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ടാണ് 102 പേരെ ജയിപ്പിക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചത്. ഇതുകൊണ്ടാണ് ഇത്ര ഒരു ആൾക്കൂട്ടം തിരുവനന്തപുരത്തുണ്ടായത്. ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടായി. ആർക്കും അവിടെ 25,000 50,000 പേരൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ റോഡ് തിങ്ങി നിറഞ്ഞ്, സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായ കാരണം എന്താണ്? അത് മനുഷ്യബന്ധങ്ങളാണ്. അവിടെ ജാതി മത ചിന്തയില്ലാതെ, രാഷ്ട്രീയ ചിന്തയില്ലാതെ, സമുദായ ചിന്തയില്ലാതെ, അല്ലെങ്കിൽ മതചിന്തയില്ലാതെ എല്ലാവരും ഒത്തുകൂടിയ ഒരു നിമിഷം കേരളത്തിലുണ്ടായതിൽ വലിയ സന്തോഷമാണ് എനിക്കുണ്ടായത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഭരണത്തിൽ വരുമ്പം അതിൻ്റേതായ മാറ്റങ്ങൾ സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഭരണത്തിൽ ചിലപ്പം പരാജയം ഉണ്ടായാലും അതൊന്നും കാര്യമാക്കണ്ട.
മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ചേർത്ത് നിർത്താനും മനുഷ്യന് വേണ്ട സഹായം എത്തിക്കാനും ശ്രമിക്കുന്ന ഭരണാധികാരികൾ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. കർക്കശതയോടുകൂടി പെരുമാറുന്ന, അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പെരുമാറുന്ന ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും MLA മാരെയൊക്കെ നമുക്ക് പുച്ഛമാണ്, വെറുപ്പാണ്.